ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചില പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ വീട്ടിൽ പോ, നീ പോ ഖദീജ, നീ പോ, ഈ മക്കളുടെ പട്ടിണി കിടക്കല്ലേ, ഈ മക്കളെയും കൊണ്ട് നീ വീട്ടിൽ പോ. അപ്പോഴാണ് ഖദീജ ബീബി പറഞ്ഞത്, നബിയെ, പട്ടിണി കിടന്ന് മരിക്കാനും ഞാൻ തയ്യാറാ, മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ മരിക്കും, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ടുള്ളൊരു ജീവിതമില്ല. ഇത് പറയുന്നത് 5-ാമത്തെ വയസ്സിൽ കേട്ട് വളർന്ന മകളാണ് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല. നമ്മുടെ വീട്ടിലോ നമ്മൾ ഏറ്റവും കൂടുതൽ അടി കാണുന്നത് അത്തായി അമ്മായും തമ്മിലുള്ള അടിയാ. വീടിനകത്ത് കിടന്നുകൊണ്ട് പരസ്പരം തമ്മിലടിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. ചുമ്മാതല്ല, 7-ാം ക്ലാസ്സിലാവുന്നതിന് മുമ്പ് മക്കളും വിളിക്കാൻ തുടങ്ങുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നലെ കബീർ വാക്കവി ആരോ പറഞ്ഞു, പാപ്പ വലിച്ചിട്ട് ഇട്ട വീഡിയോ എടുത്താൽ ഞാൻ വലിച്ചു പഠിച്ചെന്ന് മക്കള് പറയണ പോലെ ചീത്ത വിളിക്കാൻ പഠിച്ചത് എവിടെന്നാ? അത്ത അമ്മായി വിളിക്കണ കേട്ടിട്ട്. നാവെടുത്ത തന്തയ്ക്കും തള്ളയ്ക്കേ വിളിക്കത്തുള്ളൂ. എന്തെല്ലാം മോശമായ ചീത്ത, ഇത് കേട്ട നമ്മുടെ മക്കൾ വളരുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാകട്ടെ. ആമീൻ പറയടോ, ആമീൻ പറ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ. എൻ്റെ അടുത്തൊരു മാതാവ് പറഞ്ഞ ഒരു രംഗം, ഒരു പിതാവ് പറഞ്ഞ ഒരു രംഗം എന്തെന്നറിയോ? ഇപ്പൊ അവര് ഹോസ്പിറ്റലിലാണ്, അവർക്ക് ക്യാൻസറാ, ബ്ലഡ് ക്യാൻസറാ. 50 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് അവരുടെ ബ്ലഡ് മാറ്റിവെക്കുന്നു. ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, തലയ്ക്കകത്ത് എന്തോ ഒരു ചെറിയ പ്രയാസം കാണുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ തലയിൽ ട്യൂമറായിരുന്നടോ. അവർക്ക് ബ്ലഡിൽ ക്യാൻസർ, തലയിൽ ട്യൂമർ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ ഗൾഫിലുള്ള മകള് പറഞ്ഞു അത്രേ ഉപ്പാനോട് വിളിച്ചിട്ട്, ഉപ്പാ, എൻ്റെ 60 പവൻ അവിടെ തന്നെ വെച്ചേക്കണം, എടുക്കരുതെന്ന്. എൻ്റെ സ്വർണമൊന്നും എടുക്കാൻ പാടില്ല, അത് അവിടെ വെച്ചേക്കാൻ. ഒരു മകള് പറയാ, സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ മക്കൾ അങ്ങനെ ആയിപ്പോയിടോ. എന്തെങ്കിലും സംഭവിച്ചാ പറഞ്ഞാൽ മതി, ഞാൻ വരുന്ന, ഞാൻ മരിച്ചാ അറിയിച്ചാ വരാന്ന്. ഇതാ നമ്മുടെ മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്ത്, നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ അവർ നമുക്ക് ഉപകാരപ്പെടും. ആ നമ്മുടെ മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിർത്തുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ചരിത്രം ഇങ്ങനെയായിരുന്നു. ഇനി ഭർത്താക്കന്മാരോട് പറയുകയാ, തെറ്റുപറ്റിയാ സമ്മതിക്കണം സഹോദരാ. അത് ഇമാമാണെങ്കിലും പ്രഭാഷകനാണെങ്കിലും ഖത്തീബാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ പറയുന്നത് തെറ്റുപറ്റിയാ സമ്മതിക്കണം സഹോദരാ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുമല്ലോ. അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചരിത്രം അറിയുമല്ലോ. റബ്ബേ, അയ്യൂബ് നബിയുടെ മുന്നിൽ ഇബ്ലീസ് വന്നിട്ട് പറയുന്ന, അയ്യൂബ് നബിയെ, നിങ്ങളുടെ ഭാര്യ വ്യഭിചാരത്തിൽ പിടിച്ചു, അതുകൊണ്ട് അവരുടെ മുടി മുറിച്ചെടുത്തു. പടച്ചവനെ, ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങ് അയ്യൂബ് നബിയോട് പറയുന്നു, നിങ്ങളുടെ ഭാര്യ അതാ നിങ്ങളെ വഞ്ചിച്ചു, അതിന്റെ പേരിൽ അവരുടെ മുടി മുറിച്ചു. അല്ലാഹുവേ, അയ്യൂബ് നബിയോട് ഇബ്ലീസ് വന്ന് പറയുകയാണ്, അതാ അയ്യൂബ് നബിയുടെ ഭാര്യ വീട്ടിലേക്ക് കയറി വരുമ്പോ അവിടത്തെ മുടി കാണുന്നില്ല. ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, കേട്ടത് സത്യമാണോ? അവസാനം അയ്യൂബ് നബി അവിടെ നിന്ന് ചോദിച്ചു, എന്തു പറ്റി? അപ്പോഴാണ് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുന്നത്. തന്റെ ഭാര്യ തെറ്റുകാരിയല്ല എന്ന് മനസ്സിലായപ്പോ അയ്യൂബ് നബി പറയുന്നു, പെണ്ണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ പെണ്ണേ. അല്ലാഹുവേ, ഒരു പ്രവാചകൻ തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചടോ. പായിപ്പാടുള്ള ആണുങ്ങളോട് പറയുകയാ, തെറ്റുപറ്റിയാ തിരുത്തണ്, പിഴവ് പറ്റിയാ പൊരുത്തം ചോദിക്കണ്. അല്ലാഹുവേ, നിർത്തുകയാണ് പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള്, എന്റെ പ്രിയപ്പെട്ടവരെ, അതാ തന്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റബ്ബേ, അള്ളാന്റെ റസൂലിന് അവിടെ നിന്ന് രോഗം വരുന്നത്. പ്രവാചകന് രോഗം കൂടുകയാണ്, നിബിതങ്ങൾക്ക് രോഗം കൂടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളെന്ന ഭർത്താവിനോട് ചെന്ന് ചോദിച്ചു, അലിയേ, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, ഞാനൊന്ന് പോകട്ടെ അലിയേ. അലിയാര് തങ്ങളോട് ഫാത്തിമ ചോദിക്കുകയാ,
എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, ഞാനൊന്ന് പോയി നിൽക്കട്ടെ, എന്റെ ഉപ്പാന്റെ അടുക്കൽ പോയിട്ടൊന്ന് ഖിദ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ, അലിയാർ തങ്ങൾ അനുവാദം കൊടുത്തിട്ടാണ് ഫാത്തിമ പോയത്. പായിപ്പാട് ഒരുമിച്ച് കൂടിയ പെങ്ങള് ഭർത്താവിന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ പുറത്തു പോകുന്നത്? നിനക്കതിന്റെ ആവശ്യമില്ലല്ലോ. പായിപ്പാട് കവലയിൽ ചെന്ന് നിന്നിട്ട് വിളിക്കും, ഞാനിവിടെയുണ്ട്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ പുറത്തിറങ്ങല്ലേ, തിരിച്ചു വരുന്നത് വരെ ശാപമാ. അള്ളാന്റെ മലക്കുകളുടെ ശാപം കിട്ടും പെങ്ങള്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഇറങ്ങരുത്. എത്ര വലിയ കോടീശ്വരിയാണെങ്കിലും ഇറങ്ങരുത്. നിനക്ക് ചരിത്രമറിയുമോ? ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക്, അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അതാ ഒരു പെണ്ണൊരാളെ പറഞ്ഞു വിടുകയാ, ഒരു സംശയം ചോദിക്കാറ്. എന്ത് സംശയമെന്നറിയോ? ഭർത്താവ് പറഞ്ഞു, ഇനി നീ പോകരുത്, നിന്റെ വീട്ടിലേക്ക് പോകരുത്, ഞാൻ വരുന്നത് വരെ ഈ വീടിന്റെ പുറത്ത് നീ ഇറങ്ങരുത്, നിന്റെ വീട്ടിൽ പോകാൻ പാടില്ല. പടച്ചവന് സാധാരണ അങ്ങനെയാണ്. ഭർത്താക്കന്മാർക്ക് ദേഷ്യം വന്നാ ആദ്യം പറയും, നീ നിന്റെ വീട്ടിൽ പോകരുത്. ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, പടച്ചവനെ ജനങ്ങളെ വന്നിട്ട് പറഞ്ഞു, പെണ്ണ്, നിന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, കാണാൻ വരാറ്, നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ പെണ്ണ് നബിതങ്ങളോട് സംശയം ചോദിച്ചു, നബിയേ, എന്റെ ഭർത്താവ് പറഞ്ഞു വീടിന് പുറത്തിറങ്ങരുത്, വീടിന് പുറത്തിറങ്ങരുതെന്ന് എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഞാൻ കാണാൻ പോകട്ടെ നബിയെ. നബിതങ്ങൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് പറഞ്ഞത് നീ അനുസരിക്ക്. വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഭർത്താവ് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങരുത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, പെണ്ണെ, നിന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുന്നു, നീ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതനുസരിക്കല നല്ലത്. കുറച്ചു കഴിഞ്ഞു ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പെണ്ണെ, നിന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കാൻ, മരിക്കാൻ പോവാ, അവസാനമായിട്ട് കാണണമെങ്കിൽ വാ. വാപ്പ മരിക്കാൻ കിടക്കുകയാ, കാണാൻ ആഗ്രഹമുണ്ട്, ഉപ്പാന് നീ വാ. അപ്പോഴും നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത്, നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്കലാണ് നല്ലത്. കുറച്ചു കഴിഞ്ഞു, പെണ്ണെ, വാപ്പ മരിച്ചു, മയ്യത്ത് കൊണ്ടുപോവുകയാ, അവസാനമായിട്ട് കാണണമെങ്കിൽ വാ. വാപ്പ മരിച്ചു, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉപ്പാനെ കാണാൻ പറ്റില്ല ദുനിയാവില്, അവസാനമായിട്ടൊന്ന് കാണണമെങ്കിൽ നീ വാ. അപ്പോഴും പെണ്ണ് നബിതങ്ങളോട് ചോദിച്ചു. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, വാപ്പ ഭർത്താവ് പറഞ്ഞതനുസരിക്കലാണ് നല്ലത്. ആ പെണ്ണ് പോയില്ലടോ, ആ പെണ്ണ് പോയില്ല. നമ്മുടെ ആമിന അവിടെ ചെന്നിട്ട് വിളിച്ചു പറയും, ഞാനിവിടെ എത്തിയെന്ന്. ഒരു പെണ്ണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങി തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ശപിക്കും. പോയതാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് വാപ്പാടെ മുമ്പിൽ ചെന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വാപ്പ രോഗം പിടിച്ച് കിടക്കുകയാ. വാപ്പാടെ മരണസമയം അടുത്തു. നബിതങ്ങൾക്ക് രോഗം പിടിച്ച് കിടക്കുകയാ. കണ്ടപ്പോ തന്നെ നബിതങ്ങൾക്ക് സന്തോഷമായി. ഫാത്തിമ ബീബിയെ കണ്ടപ്പോ തന്നെ സന്തോഷമായി. ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുത്തു. ഉപ്പാന്റെ കയ്യും കാലും എല്ലാം തടകി കൊടുത്തു. എല്ലാരും മാറ്. ഫാത്തിമ ബീബി നബിതങ്ങളുടെ ചാരത്തിരുന്ന് കയ്യും കാലും ഒക്കെ തടകി കൊടുത്തിട്ട് ഉപ്പാന്റെ അടുത്ത് പോയിരുന്ന് കാലിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇങ്ങു വാ ഫാത്തിമ, ഇങ്ങു വാ, അടുത്തു വാ. നബിതങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്തു പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോളെ, വാപ്പച്ചി ഒരു രഹസ്യം പറയട്ടെ, വാപ്പച്ചി ഒരു രഹസ്യം പറയട്ടെ. എന്താ ഉപ്പ? മോളെ, ഉപ്പ എൻ്റെ മരണം അടുത്തു. വാപ്പ തൻ്റെ മകളോട് പറഞ്ഞു കൊടുക്ക, എൻ്റെ മരണം അടുത്തു ഫാത്തിമ. കാരണം എല്ലാ വർഷവും ഒരു ഖത്തം ഞാൻ ഓതി കേൾപ്പിക്കാറുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ. ഈ പ്രാവശ്യം 2 വട്ടം നിർബന്ധിച്ച് ഓതിപ്പിച്ചു. അപ്പൊ അടുത്ത റമദാനിന് ഞാൻ ഉണ്ടാകുമെന്നില്ല, എൻ്റെ മരണം അടുത്തു മോളെ. ഇത് പറയുന്നതും ഫാത്തിമ കരയുകയാ. ഇത് പറഞ്ഞ ഉടനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, കരച്ചിൽ തുടങ്ങി. ഉപ്പാന്റെ കാലിനടുക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ഫാത്തിമ. തൻ്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമതും വിളിച്ചു, ഇങ്ങ് വാ മോളെ, ഇങ്ങ് വാ. അടുത്ത് ചെന്നു. വാപ്പ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, ഞാൻ പോയ എൻ്റെ തൊട്ടു പുറകിൽ നീയും മരിക്കും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ എന്ന മകളോട് പറഞ്ഞു കൊടുക്ക,
ഞാൻ മരിച്ച നീ എൻ്റെ കൂടെയുണ്ട് ഫാത്തിമ. ഫാത്തിമ ഉപ്പാനോട് ചോദിച്ച ചോദ്യം എന്താ പറയുക? ഉപ്പ നിങ്ങൾ പോയാ ഞാൻ ആരാ ഉപ്പ? എൻ്റെ ഉമ്മ പോയി, ഉപ്പ നിങ്ങളും പോയാ എനിക്ക് ആരാ ഉള്ളേ? ഞാൻ ഒറ്റയ്ക്കായി പോകില്ലേ? അങ്ങനെ സങ്കടപ്പെടുമ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ആദ്യം മരിക്കുന്നത് നീയാ. ഒരൊറ്റ ചിരിയ സഹോദര. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ നബിതങ്ങൾ പറഞ്ഞു, നീ മരിക്കും, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരണപ്പെടുന്നത് നീയാണ് ഫാത്തിമ. നബിതങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ഫാത്തിമ ചിരിക്കുകയാണ്. മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച പെണ്ണാണ് ഫാത്തിമ. മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു പേടിയുമില്ലാതെ ചിരിച്ചവളാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ധൈര്യമുണ്ടോ മോളെ? നിരന്നിരിക്കുന്ന ആണുങ്ങളോട് ചോദിക്കുകയാ, മരണം പറഞ്ഞാ ചിരിക്കാ ധൈര്യമുണ്ടോ? മരണം പറഞ്ഞാ ചിരിക്കാ ധൈര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, പേടിയാടോ? എപ്പോഴെവിടെ വെച്ച് വേണമെങ്കിലും മരണം കടന്നു വരുമല്ലോ. ഈ വാഴ പറയുന്ന ഞാന് നാളെ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിനുണ്ടാകുമെന്ന് പറയാൻ കഴിയുമോ സഹോദരാ? എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. ഈ പായിപ്പാട് പള്ളിയുടെ ചാരത്തിരിക്കുന്നവരോട് പറയുകയാ, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. സ്വർഗമല്ല ചോദിക്കുന്നത്, നരകമോചനമല്ല ചോദിക്കുന്നത്, സമ്പത്തല്ല ചോദിക്കുന്നത്. ഈ പള്ളിയുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരുമ്പോ അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? ഇന്നുച്ചയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഒരു ചെറിയ കുഞ്ഞിന്റെ കയ്യിൽ ഒരു കെട്ട് കണ്ടടോ. ഒരു 5 വയസ്സുള്ള ഒരു ചെറിയ മകളുടെ കയ്യിൽ ഒരു കെട്ട് കണ്ടു. ഉമ്മയുമുണ്ട്, ആ കുട്ടിയുമുണ്ട്, ഒരു സഹോദരനുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ മജ്ജ മാറ്റി വെക്കാൻ പറഞ്ഞിരിക്കുകയാ, ലക്ഷക്കണക്കിന് രൂപ വേണം ഉസ്താദേ. ഇന്ന് പായിപ്പാട് പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് ആ മിമ്പറിന്റെ ചാരത്തൊരു പൊന്നുപോലെ നിൽക്കുന്നത് കണ്ട് കാണാൻ എന്ത് സൗന്ദര്യമെന്നറിയോ? ആ പൊന്നോളുടെ മുഖത്ത് എന്തൊരു സൗന്ദര്യമാ, എന്തൊരു ഭംഗിയാ. ആ കുട്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. ആ ഖുതുബ ഓതുന്ന മിമ്പറും പിടിച്ചിട്ട് ആ പൊന്നുമോള് നിന്നപ്പോ അടുത്ത് ചെന്നപ്പോഴാ പറയുന്നത്, ഉസ്താദേ നടക്കാൻ പറ്റില്ല ഉസ്താദേ, എന്റെ പൊന്നുമോക്ക് നടക്കാൻ പറ്റില്ല. എടോ, ഇതുപോലെ എത്രയെത്ര പേരെ കാണുന്നവരാണ്. ഇന്ന് സംഘാടകർ ബക്കറ്റുമായിട്ട് മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാ, ഇതുപോലെ പള്ളിയുടെ മുമ്പിൽ വെള്ളിയാഴ്ച വന്നിരുന്ന് യാചിക്കേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാൻ എനിക്ക് വയ്യ പടച്ചവരെ. അങ്ങനെ ഒരു ഗതി വരുത്തല്ല തമ്പുരാന്. വാട്സപ്പിലും ഫേസ്ബുക്കിലും കാണുന്നവരല്ലേ സഹോദരാ. പടച്ചവനെ, രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വീഡിയോ എടുക്കുകയാണ്. രോഗം പിടിച്ചു കിടക്കുന്ന ഭർത്താവ്, രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പ, ആ രോഗികളുടെ ചാരത്ത് നിന്നിട്ട് മക്കള് കരയുകയാ. എന്റെ ഉപ്പാനെ സഹായിക്കണേ, എന്റെ ഉപ്പാനെ സഹായിക്കണേ, ഒന്ന് ഷെയർ ചെയ്യണേ. മോനെ, നിനക്കും വീടുണ്ടല്ലോ. അല്ല വിചാരിച്ച അങ്ങനെ ഒരു വീഡിയോ നിന്റെ വീടിനകത്ത് എടുക്കാമല്ലോ. ഈ പള്ളിയുടെ മുമ്പിലിരുന്ന് പിരിവെടുക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഇന്ന് ബക്കറ്റ് നിന്റെ മുമ്പിൽ വരികയാ. അല്ലാഹുവോട് പറയണം, അല്ലാഹുവോട് പറയണം, പടച്ചവനെ മരിക്കുന്ന കാലം വരെ എന്റെ കൈ ഒരാളുടെ മുമ്പിലും നീട്ടേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ടെടുക്കണോ? എന്തേ സഹോദരാ നമുക്ക് സംഭവിച്ചത്? പടച്ചവനെ, വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോ അല്ലാഹുവേ, ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടാൻ മടിയില്ലാത്തവര് എന്തേ വാതിന് വന്നിട്ട് ഇങ്ങനെ ഒരു നല്ല അവസരം തന്നിട്ട് ഇടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? അതുകൊണ്ട് ഒരാളും ഇന്നിവിടെ ഇരുന്ന് മിണ്ടാതെ ഇരിക്കരുത്. എല്ലാവരും അവരുടെ പോക്കറ്റിലേക്ക് കൈയിട്. അല്ല തന്നതിൽ നിന്നൊരു വിഹിതമെടുക്കൂ.
ഒരു നല്ല സദഖ എടുക്കണോ, മനസ്സറിഞ്ഞിട്ട് പറയണോ. വടി പോലെ നടക്കുന്ന നിന്നെ ഒറ്റക്കടപ്പിൽ കടത്താൻ അല്ലാതെ കഴിയുമല്ലോ. അങ്ങനെ നടന്ന പലരും പള്ളിപ്പറമ്പിലെത്തിയില്ലേ, പലരും കിടന്നുപോയില്ലേ, ഒരു രോഗമില്ലാത്തവർ വീണ് മരിച്ചു പോയില്ലേ, ശരീരം തളർന്നു കിടക്കുന്നവരില്ലേ, ക്യാൻസർ രോഗികളില്ലേ, മാരകമായ രോഗമുള്ളവരില്ലേ. അതുകൊണ്ട് സഹോദരാ, ബക്കറ്റുമായിട്ട് വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടെടുത്തോ, മനസ്സറിഞ്ഞുകൊണ്ടെടുത്തോ. അല്ലാഹുവിന്റെ മലക്കുകളെ സാക്ഷികളാ, അല്ലാഹുവിന്റെ മലക്കുകളെ സാക്ഷികളാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ നാഥാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ, കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. പടച്ചവനെ, മരിക്കണ കാലം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത്. ഒന്ന് പോക്കറ്റിൽ കൈയിട്ടെ. ഇട് ചങ്ങായിമാരെ, പൈസ എടുക്കണ്ട, ഒന്ന് കൈയിട്, ഒന്ന് കൈയിട്. അല്ലാഹുവേ, ഈ പോക്കറ്റിൽ കൈയിടുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ഇടടോ ചങ്ങാതി, പൈസ എടുക്കണ്ട. നാസറിന് ബക്കറ്റുമായിട്ട് പോകുന്നവർ സ്പീഡ് കുറയ്ക്കുക, ബക്കറ്റുമായിട്ട് പോകുന്നവർ സ്പീഡ് കുറയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ളതിലൊരു സദഖ പൊക്കോ. അൽഹംദുലില്ലാ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അതുകൊണ്ട് 12 മണിയായി നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയോട് പറഞ്ഞു, മോളെ, അടുത്തത് നീയാ, അടുത്തത് നീയാ. പറഞ്ഞത് സത്യമായിരുന്നു പെങ്ങളെ, പറഞ്ഞത് സത്യമായിരുന്നു പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് പറഞ്ഞത് സത്യമായിരുന്നു. പടച്ചവനെ, ഫാത്തിമ ബീവിക്ക് 29 വയസ്സായി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ 29 വയസ്സായി. തന്റെ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാ. 29ാമത്തെ വയസ്സില് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മനസ്സിലായി പോകാ സമയമായെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വാപ്പ പറഞ്ഞത് സത്യമാ മോളെ. അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ പറഞ്ഞത് കള്ളമായിരുന്നില്ല. ഉപ്പാ, നിങ്ങൾ എന്റെ ഉമ്മ പോയി, എന്റെ ഉമ്മ പോയി, നിങ്ങളും പോയാൽ എനിക്കാരാ വാപ്പാ, നിങ്ങളും പോയാൽ ഈ ഫാത്തിമയ്ക്കാരാവുള്ളത്? അലിയാര് തങ്ങളെന്ന ഭർത്താവുണ്ട്, ഹസനും ഹുസൈനും എന്ന് പറയുന്ന മക്കളുണ്ട്. എന്നിട്ടും അവിടെ നിന്ന് പറയുകയാ, വാപ്പാ, നിങ്ങൾ പോയാൽ എനിക്കാരാ ഉപ്പാ? പായിപ്പാടുള്ള പെങ്ങളെ, വാപ്പാനെ സ്നേഹിക്കണം പെങ്ങളെ. ഞാൻ പറയുന്നത് വാപ്പയെ സ്നേഹിക്കണം പെങ്ങളെ. പായിപ്പാടുള്ള പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ വാപ്പയാടോ? നിന്റെ ശരീരത്തിട്ടിരിക്കുന്ന സ്വർണം നിന്റെ ഭർത്താവ് വാങ്ങിത്തന്നതല്ല, നിന്റെ വാപ്പ വാങ്ങിത്തന്നതല്ലേ? ആദ്യമായിട്ട് വാങ്ങിത്തന്ന സ്വർണമല്ലേ? നിനക്കൊരുപാട് സമ്പത്ത് തന്നത് വാപ്പയല്ലേ? വാപ്പാനെ സ്നേഹിക്കണം പൊന്നുമോളെ. അലിയാര് തങ്ങള് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവേ, 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഒരു ദിവസം കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. കുളിച്ചൊരുങ്ങിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അലിയാര് തങ്ങളെ വീട്ടിലേക്ക് കയറി വന്നു. അലിയാര് തങ്ങളെ വീട്ടിലേക്ക് കയറി വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളുടെ ചാരത്ത് പോയിരുന്നു. 29 വയസ്സുള്ള പെങ്ങന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. 29 വയസ്സുള്ള നിന്റെ മകളുടെ പ്രായമേ ഫാത്തിമയ്ക്കുള്ളൂ. ആ ഫാത്തിമ എന്ന പെണ്ണ് അല്ലാഹുവേ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നപ്പോ കഴിക്കാ ഭക്ഷണം കൊടുത്തു. അവസാനം ഭർത്താവിന്റെ മടിയിലെ തല വെച്ചിട്ട്
ഫാത്തിമ ബീബി ചോദിക്കുന്നു, അലിയേ എനിക്ക് പൊരുത്തം തരുമോ അലിയേ, എനിക്ക് പൊരുത്തം തരുമോ അലിയേ, ഞാൻ പോകുകയാണ് അലിയേ, എന്റെ മരണമടുത്തു അലിയേ, എന്റെ മരണമടുത്തു അലിയേ. 29 വയസ്സുകാരിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ മരണത്തിന്റെ വേളയിലെ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാ. ഇതെവിടെ നിന്നാ പഠിച്ചതെന്നറിയോ? എവിടെ നിന്നാണ് പഠിച്ചതെന്നറിയോ? 15ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ, 15ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പാടെ മടിത്തട്ടിൽ കിടന്നിട്ട് പൊരുത്തം ചോദിച്ചത് കണ്ടു വളർന്നവളാ. തന്റെ 15ാമത്തെ വയസ്സില് അള്ളാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നിട്ട് ഖദീജ എന്ന പ്രിയപ്പെട്ട ഉമ്മ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് പൊരുത്തം തരണേ നബിയേ, എനിക്ക് പൊരുത്തം തരണേ നബിയേ. ഉമ്മ ഉപ്പാനോട് പൊരുത്തം ചോദിച്ചിട്ട് മരിച്ചത് കണ്ടവളാ. ഉപ്പായോട് പൊരുത്തം ചോദിച്ചിട്ട് ഉമ്മ മരിക്കുന്നത് കണ്ടവളാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. തന്റെ വാപ്പ 63ാമത്തെ വയസ്സിൽ തന്റെ ഉമ്മയായ ആയിഷ ബീബിയുടെ നെഞ്ചത്ത് ചാരിക്കിടന്നിട്ട് വാപ്പ പൊരുത്തം ചോദിക്കുന്നത് കണ്ടു വളർന്നവളാ ഫാത്തിമ. ഉമ്മ ചൊരുത്തം ചോദിക്കുന്നതും കണ്ടു, വാപ്പ ഭാര്യയോട് പൊരുത്തം ചോദിക്കുന്നതും ഈ ഫാത്തിമ കണ്ടു. ആ ഫാത്തിമയാണ് 29ാമത്തെ വയസ്സിൽ തന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് ചോദിക്കുന്നു, അലിയേ എന്റെ മരണമടുത്തു വലിയേ, എന്റെ മരണമടുത്തു വലിയേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ. ഫാത്തിമ ബീബി ഹസനെയും ഹുസനെയും വിളിച്ചു, തന്റെ പൊന്നാര മക്കളെ വിളിച്ചു, കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തു, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കളെ തല്ലല്ലേ, എന്റെ പൊന്നാര മക്കളെ തല്ലല്ലേ, എന്റെ ഹസനെയും ഹുസൈനെയും പൊന്നുപോലെ നോക്കണേ അലിയേ. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ പറഞ്ഞ വാക്ക്, അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ എന്ന പൊന്നുമോളെ പിടിച്ചു കൊടുത്തിട്ട് ഉമ്മ ഉപ്പാനോട് പറഞ്ഞു, എന്റെ മോളെ തല്ലരുത്, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണം. ഇതുപോലെ ആയിഷ ഖദീജ ബീവി അവിടെ നിന്ന് പറഞ്ഞിട്ട് മരിച്ചപ്പോ ഫാത്തിമ ബീവി തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, എന്റെ പൊന്നുമക്കളെ നോക്കണേ, എന്റെ കുറവർക്ക് വരരുത്, ഒരുമ്മയുടെ കുറവർക്ക് വരരുത്, എന്റെ പൊന്നുമക്കളെ തല്ലരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊരുത്തം ചോദിക്കുകയാ. തന്റെ പൊന്നാര മക്കളെ ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ചു, തന്റെ പൊന്നാര മക്കളെ ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ചു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പായിപ്പാട് പള്ളിയിൽ വന്ന പെങ്ങളെ, സങ്കടമുണ്ട് പെങ്ങന്മാരെ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറയുകയാണ്, ഞാൻ മരിച്ച രാത്രി വേണം കബറടക്കാൻ, ഞാൻ മരിച്ച രാത്രി വേണം കബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അലിയാർ തങ്ങളോട് പറയുന്നു, എന്റെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിയുന്നത് അന്യപുരുഷന്മാരാണ്, എന്റെ ജനാസ ചുമക്കുന്നത് ആണുങ്ങളാണ്, എന്റെ ജനാസ ഖബറിൽ ഇറക്കുന്നതും ആണുങ്ങളാണ്. 3 കഷ്ടം വെള്ള തുണിയിൽ വരിഞ്ഞു കെട്ടിയിട്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് പകലാണെങ്കിൽ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഒരാളും എൻ്റെ ശരീരത്തിന്റെ വടിവ് കാണരുത്, അത് മരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ ഫാത്തിമ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പായിപ്പാടോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ പോയി ഫർദ എടുക്കും. ഇട്ടു നോക്കിയിട്ടാണ് ഫർദ എടുക്കുന്നത്, എല്ലാ പെണ്ണുങ്ങളും ഇട്ടു നോക്കിയിട്ടാണ് എടുക്കുന്നത് എന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഇട്ട് നോക്കി കൊണ്ടുവന്ന ഫർദയുടെ സൈഡ് എടുത്ത് അടിച്ച് ടൈറ്റാക്കുന്ന പെണ്ണേ, എൻ്റെ പായിപ്പാടുള്ള സഹോദരിമാരോട് ഇമാമല്ലേ പറയണമല്ലോ, ഇമാമല്ലേ പറയണമല്ലോ. പറഞ്ഞില്ലെങ്കിൽ അല്ല എന്നെ വെറുതെ വിടില്ലല്ലോ. ഇഷ്ടപ്പെട്ട ആരുമില്ലെങ്കിലും പറയും പെങ്ങള്,
ഈ പള്ളിക്കകത്ത് കേറാൻ അമുസ്ലിമീങ്ങളായി എത്രയോ പെണ്ണുങ്ങൾ വന്നല്ലോ, എത്രയോ പെണ്ണുങ്ങൾ ഈ പള്ളിക്കകത്ത് കയറിയല്ലോ. പലരും കയറിയപ്പോ തലമറച്ചുകൊണ്ട് കയറിയപ്പോ ഈ വാഴ കേൾക്കാമെന്ന ഉമ്മ അള്ളാടെ പള്ളിക്കകത്ത് കയറിയിട്ട് പോലും തലമറക്കാതെ നടക്കുന്ന മുസ്ലിം പെണ്ണ് എങ്ങനാ മോളെ ഫോട്ടോ എടുത്തതിനെ കുറ്റം പറയുന്നില്ല. ഉസ്താദന്മാര് നടക്കുന്നില്ലേ, പ്രായമുള്ളവര് നടക്കുന്നില്ലേ, എത്രയോ പേര് നടക്കുന്നില്ലേ. നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ ആ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ പോലെ തലമറച്ചുകൊണ്ട് കേറിയില്ലേ. ഇതിനകത്ത് കയറിയിട്ട് പോലും നിനക്കതനില്ല, മനസ്സില്ലാതെ പോയല്ലോ. പെങ്ങളെ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കുതിക്കുമ്പോ ഇന്നത്തെ 29 വയസ്സുകാരി റീൽസ് ഇടുന്ന കാലമാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുണ്ടല്ലോ, ആ 29 വയസ്സുകാരി പടച്ചവരെ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ച് എങ്ങനെയാണ് കബറടക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. കുളിച്ചൊരുങ്ങി കഫം തുണിയും എടുത്തിട്ട് മുഖത്തേക്കിട്ടിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തീർന്നു മക്കളെ. 29ാമത്തെ വയസ്സില് അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ യാത്രയാകുകയാണ്. കൊണ്ടുപോയടോ കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. ഇന്നും പോയാ കാണാമല്ലോ, ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി കബറടക്കി. എന്നിട്ട് വീട്ടിലേക്ക് വന്നു. രാത്രിയായപ്പോ സുബ്ഹാനല്ലാഹ്, അലിയാര് തങ്ങളുടെ മക്കളെയും കെട്ടിപ്പിടിച്ച് വീടിനകത്തിരിക്കുകയാ. തന്റെ പൊന്നാര മക്കളെയും കെട്ടിപ്പിടിച്ച് വീടിനകത്തിരിക്കുകയാണ്. തന്റെ മക്കൾ ഉറങ്ങിയപ്പോ ഒരു ദിവസമേ ആയുള്ളൂ. ഇന്നലെ രാത്രി ഫാത്തിമ കൂടെയുണ്ട്, ഇന്നത്തെ രാത്രി ഫാത്തിമ കൂടെയില്ല. ഒറ്റ രാത്രിയേ ആയുള്ളൂ. അലിയാര് തങ്ങൾക്ക് സങ്കടമായി. ഫാത്തിമ ഇല്ലാതെ കഴിയുന്നില്ല, ഫാത്തിമ ഇല്ലാതെ കഴിയുന്നില്ല. അലിയാര് തങ്ങൾ രാത്രിയിൽ പോകുകയാണ്. ജന്നത്തുൽ ബഖീൽ ചെന്നു. തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നു. അലിയാര് തങ്ങളെ ചെന്നിട്ട് പറഞ്ഞു ഫാത്തിമ. അവിടുന്ന് ഫാത്തിമയോട് സലാം പറയുകയാ. ജന്നത്തുൽ ബഖീൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് അവിടുന്ന് സലാം പറഞ്ഞു. മടക്കുന്നില്ല. അലിയാര് തങ്ങൾ ചോദിക്കുന്നു ഫാത്തിമ പിണങ്ങിയോ? ഫാത്തിമ എന്നോട് പിണങ്ങിയോ? ഫാത്തിമ എന്തേ സലാം അടക്കാത്തത്? പിണങ്ങല്ലേ ഫാത്തിമ. രണ്ടാമതും സലാം പറഞ്ഞു. ഫാത്തിമ സലാം അടക്കുന്നില്ല. പടച്ചവനെ, അലിയാര് തങ്ങള് പിണങ്ങി മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ, ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ട് കിടക്കുമ്പോ അടുത്ത് കിടന്നിട്ട് പിണങ്ങല്ലേ. പിണങ്ങിക്കിടക്കുന്ന ഭർത്താവ് തന്റെ ഭാര്യയെ വിളിക്കുന്നത് പോലെ മരിച്ച് കബറടക്കി ഒന്നാമത്തെ രാത്രിയിൽ കബറിന്റെ അടുക്ക പോയി നിന്നിട്ട് പറയുന്നു പിണങ്ങല്ലേ ഫാത്തിമ, സലാം അടക്കു ഫാത്തിമ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ. ഒരു ഭർത്താവ് ഭാര്യയോട് പറയുകയാ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ. രണ്ടാമതും സലാം പറഞ്ഞു. സലാം അടക്കുന്നില്ല. അറിയാര് തങ്ങൾ ഖബറിന്റെ ചാരത്തിയെന്നു. എന്നിട്ട് ഖബറിനോട് പറയുന്നു, ഖബറ് എന്റെ ഫാത്തിമയോട് പറ പിണങ്ങരുതെന്ന്. സലാം പറയാന്, എന്റെ സലാം അടക്കാൻ പറയുന്നു. മരിച്ചുപോയ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന അരിയാര് തങ്ങൾ പറയുമ്പോ എന്തൊരു ജീവിതമായിരുന്നടോ. പണമില്ലായിരുന്നു, കൊട്ടാരമില്ലായിരുന്നു, സുഖാഡംബരങ്ങളില്ലായിരുന്നു, പരസ്പരം സ്നേഹമുണ്ടായിരുന്നു പെങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്ക്, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോൾ ആരായിരുന്നെന്നറിയോ? അലിയാര് തങ്ങൾ നബി തങ്ങൾ വഫാത്തായി
നബിതങ്ങൾ വഫാത്തായപ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ നബിതങ്ങൾ പോയപ്പോ എനിക്ക് രണ്ട് നഷ്ടമാവുണ്ടായത്. എന്റെ നബിതങ്ങൾ വഫാത്തായപ്പോ എനിക്ക് രണ്ട് നഷ്ടമാവുണ്ടായത്. പായിപ്പാട് വയത് കേൾക്കാമെന്ന പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ഭർത്താവ് പറയുകയാ, നബിതങ്ങൾ മരിച്ചപ്പോ അള്ളാന്റെ റസൂല് വഫാത്തായപ്പോ എനിക്ക് രണ്ട് നഷ്ടമുണ്ടായി. എനിക്ക് രണ്ട് നഷ്ടമാണ് ഉണ്ടായത്. ഒന്ന്, എന്റെ നബിതങ്ങൾ വഫാത്തായല്ലോ, അള്ളാന്റെ റസൂൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. നബിതങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടത് വല്ലാത്ത നഷ്ടമാ. നബിതങ്ങൾ നഷ്ടപ്പെട്ടത് വല്ലാത്ത നഷ്ടമാ. രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ? രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ? മാ റഅയ്തുഹാ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാന്റെ റസൂല് വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയാ, നബിതങ്ങൾ പോയതോടൊപ്പം എൻ്റെ ഫാത്തിമയും പോയടോ. നബിതങ്ങൾ പോയതിനോടൊപ്പം എൻ്റെ ഫാത്തിമയും പോയി. ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഏതും മോളടോ. അതല്ലേ സ്നേഹം? അതിനല്ലേ സ്നേഹമെന്ന് പറയാ. കരളിന്റെ കഷ്ടമെന്ന് പറഞ്ഞ അങ്ങനല്ലേ? നബിതങ്ങൾ വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ലടോ. ഹലിയാരിതങ്ങൾ പറയാ, ഞാൻ ഒരുപാട് തമാശ പറഞ്ഞു നോക്കി എന്റെ ഫാത്തിമാനെ ഒന്ന് ചിരിപ്പിക്കാൻ, എന്റെ ഫാത്തിമയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാക്കാൻ ഞാനും എൻ്റെ മക്കളും ഒരുപാട് കഷ്ടപ്പെട്ടു. മരിക്കുന്നത് വരെ എൻ്റെ ഫാത്തിമ ചിരിച്ചില്ല. മരിക്കുന്ന കാലം വരെ എൻ്റെ ഫാത്തിമ ചിരിച്ചില്ലടോ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല പറയാ, നബി പോയപ്പോ നബിതങ്ങളും പോയി, എൻ്റെ ഭാര്യയും പോയി, രണ്ടുപേരും പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നബിതങ്ങളോട് ആ മകൾക്കുണ്ടായിരുന്ന സ്നേഹം. ആ നബിതങ്ങളോടുള്ള മകളുടെ സ്നേഹം അത്ര വലുതായിരുന്നു.